കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിന്റെ ചക്രം തിരിക്കാനായി UDF തയ്യാറെടുക്കുമ്പോൾ വെറും ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണമല്ല, മറിച്ച് ജനകീയ അടിത്തറ ഇളക്കാൻ പോകുന്ന വിപ്ലവകരമായ ക്ഷേമ പദ്ധതികളാണ് കോൺഗ്രസ് അണിയറയിൽ ഒരുക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതിയുഗ യാത്ര സമാപിക്കുമ്പോൾ ആ വേദിയിൽ വെച്ച് രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്ന സുപ്രധാന രേഖയായി മാറും. അടുത്ത കാലത്തായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേടിയ വിജയങ്ങൾക്കെല്ലാം ഒരൊറ്റ സാമ്യമുണ്ട്. അത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിക്കുന്ന ഗ്യാരണ്ടികൾ അഥവാ ഉറപ്പുകളാണ്. കർണാടകയിൽ സിദ്ധരാമയ്യയും DK ശിവകുമാറും തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയും പയറ്റിയ അതേ തന്ത്രം കേരളത്തിലും നടപ്പിലാക്കാനാണ് ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. ഹരിയാനയിൽ ഈ തന്ത്രത്തിന് ചെറിയ തിരിച്ചടി നേരിട്ടെങ്കിലും കേരളത്തിലെ സാമൂഹിക സാഹചര്യം പരിഗണിക്കുമ്പോൾ ക്ഷേമ പദ്ധതികൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ സമിതിയുടെ വിലയിരുത്തൽ. യാത്രക്കാരുടെ സമാപനത്തിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് വലിയ വാഗ്ദാനങ്ങൾ വെക്കുന്ന രീതിയാണ് കോൺഗ്രസ് ഇപ്പോൾ പിന്തുടരുന്നത്.